യൂഫോർബിയാസി കുടുംബത്തിൽപ്പെട്ട പൂച്ചെടികളുടെ വലുതും വൈവിധ്യപൂർണവുമായ ഒരു ജനുസാണ് യൂഫോർബിയ. ചെറിയ സസ്യങ്ങൾ മുതൽ വലിയ കുറ്റിച്ചെടികളും മരങ്ങളും വരെയുള്ള വൈവിധ്യമാർന്ന സസ്യങ്ങൾ ഈ ജനുസിൽ ഉൾപ്പെടുന്നു. ലോകത്തിന്റെ പല ഭാഗങ്ങളിലും യൂഫോർബിയകൾ കാണപ്പെടുന്നു. ഇവയുടെ വൈവിധ്യമാർന്ന വളർച്ചാ ശീലം കാരണം വ്യത്യസ്ത ഭൂപ്രദേശങ്ങളുമായി ഇത് പൊരുത്തപ്പെട്ടു വളരുന്നു. യൂഫോർബിയ ചെടിയുടെ സവിശേഷത, വളപ്രയോഗം, രോഗങ്ങളും കീടങ്ങളും, പാരമ്പര്യ വൈദ്യ ഉപയോഗം, പുനരുൽപാദനം എന്നിവയെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ ഞങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വിവരങ്ങൾ വിശദമായി അറിയാൻ വീഡിയോ മുഴുവനായും കാണുക. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ വിലയേറിയ പ്രതികരണങ്ങൾ ലൈക്കായോ കമന്റായോ രേഖപ്പെടുത്തുക. ഒപ്പം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള ചെടിയെക്കുറിച്ചുള്ള വിജ്ഞാനപ്രദമായ വീഡിയോകൾ തുടർന്ന് ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സ്പർജ് എന്ന് വിളിക്കുന്ന ഈ പൂച്ചെടികളുടെ വളരെ വലുതും വൈവിധ്യപൂർണവുമായ ജനുസാണ് യൂഫോർബിയ. സാധാരണയായി യൂഫോർബിയയിലെ എല്ലാ അംഗങ്ങളെയും സൂചിപ്പിക്കാൻ ഈ പദം ഉപയോഗിക്കാറുണ്ട്. ചെറിയ വാർഷിക സസ്യങ്ങൾ മുതൽ വലുതും ദീർഘായുസുള്ളതുമായ മരങ്ങൾ വരെ ഇതിന്റെ പരിധിയിൽ വരുന്നു. ഇതിലെ ഏറ്റവും ഉയരം കൂടിയ 30 മീറ്ററോ അതിൽ കൂടുതലോ ഉള്ള യൂഫോർബിയ ആംബ്ലിഫില്ലയാണ് അതിൽ പ്രധാനി. ഈ ജനുസിൽ ഏകദേശം 2000 അംഗങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് പൂച്ചെടികളുടെ ഏറ്റവും വലിയ ജനുസായി മാറുന്നു. ചില യൂഫോർബിയകൾ വാണിജ്യപരമായി വ്യാപകമായി ലഭ്യമാണ്. ഇതിന്റെ വാണിജ്യ ഉപയോഗങ്ങൾ ഇതിൽ പറയുന്നതാണ്. ചിലത് സാധാരണയായി അലങ്കാര സസ്യമായാണ് കൃഷി ചെയ്യുന്നത്. ഇവയുടെ തനതായ പുഷ്പഘടനയും സൗന്ദര്യാത്മക രൂപവുമാണ് അതിന് കാരണം. തെക്കൻ ആഫ്രിക്കയിലെയും മഡഗാസ്കറിലെയും മരുഭൂമിയിൽ നിന്നുള്ള സക്കലന്റ് യൂഫോർബിയകളും വടക്കേ അമേരിക്കയിലെയും തെക്കേ അമേരിക്കയിലെയും കള്ളിച്ചെടികൾക്ക് സമാനമായ ഭൗതിക സവിശേഷതകളിൽ രൂപമെടുത്തവയും ഇവയിൽ ഉൾപ്പെടുന്നു. ഇവയെ പലപ്പോഴും ചില രൂപസാദൃശ്യങ്ങൾ കാരണം കള്ളിച്ചെടി എന്നും വിളിച്ചു വരുന്നുണ്ട്. എന്നാൽ ഇവ കള്ളിച്ചെടികളുടെ ഇനത്തിൽപ്പെടുന്നവയല്ലതാനും. സ്പർജ് എന്ന ഇതിന്റെ പൊതുനാമം മിഡിൽ ഇംഗ്ലീഷ്, ഓൾഡ് ഫ്രഞ്ച് എന്നിവയിൽ ശുദ്ധീകരിക്കാൻ എന്ന പദമായി ഉപയോഗിക്കുന്ന എസ്പർഗ് എന്ന നാമത്തിൽ നിന്നാണ് ഉരുത്തിരിഞ്ഞത്. അതിന് പ്രധാന കാരണം ഈ ചെടിയുടെ സ്രവം ഒരു ശുദ്ധീകരണ വസ്തുവായി ഉപയോഗിക്കുന്നത് കൊണ്ടാണ്. അന്തോണിയുടെയും ക്ലിയോപാട്രയുടെയും മകളെ വിവാഹം കഴിച്ച ന്യൂമിഡിയയിലെയും മൗറിറ്റാനിയയിലെയും ഗ്രീക്ക് വൈദ്യനായ യൂഫോർബോസിൽ നിന്നാണ് യൂഫോർബിയ എന്ന ബൊട്ടാണിക്കൽ നാമം ഉരുത്തിരിഞ്ഞത്. പ്രകൃതി ചരിത്രം ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിൽ മികച്ച എഴുത്തുകാരനായിരുന്ന ജൂബ കള്ളിച്ചെടികൾ പോലുള്ള യൂഫോർബിയയിൽ ഒന്നായ യൂഫോർബിയ ഒബ്സ്റ്റിഫോളിയ ശക്തമായ ഒരു പോഷകമായി ഉപയോഗിച്ചിരുന്നതായി അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ എഴുതിയിരുന്നു. അഗസ്റ്റസിന്റെ സ്വകാര്യ വൈദ്യനായിരുന്ന യൂഫോർബീസിന്റെ സഹോദരൻ അന്തോണീസ് മൂസയ്ക്ക് അഗസ്റ്റസ് സീസർ ഒരു പ്രതിമ സമർപ്പിച്ചതിനാൽ 12 BC ജുബ ഈ ചെടിക്ക് തന്റെ വൈദ്യനായ യൂഫോർബോസിന്റെ പേരിട്ടു. 1753 സസ്യശാസ്ത്രജ്ഞനും ടെക്സോണോമിസ്റ്റ് ആയ കാൾ ലിന്നേയസ് വൈദ്യന്റെ ബഹുമാനാർത്ഥം മുഴുവൻ ജനുസിനും യൂഫോർബിയ എന്ന് പേര് നൽകി. ഈ ഇനത്തിലെ യൂഫോർബിയ മിലി, മുള്ളുകളുടെ കിരീടം, ക്രൈഷ് പ്ലാന്റ്, ക്രിസ്തുവിന്റെ മുള്ള് എന്നൊക്കെ അറിയപ്പെടുന്ന മഡഗാസ്കർ സ്വദേശിയായ യൂഫോർബാസി എന്ന സ്പർജ് കുടുംബത്തിലെ പൂച്ചെടി ക്രിസ്തുവിന്റെ ചരിത്രമിത്തുമായി വളരെയധികം ബന്ധപ്പെട്ടിരിക്കുന്നു. 1821 ഇന്നത്തെ ഫ്രാൻസിലേക്ക് പരിചയപ്പെടുത്തിയ റീയൂണിയൻ ഗവർണർ ആയിരുന്ന ബാരൻ മില്ലിയസിന്റെ സ്മരണാർത്ഥമാണ് ഇതിന് ഈ പേര് വന്നത്. പുരാതന കാലത്ത് മിഡിൽ ഈസ്റ്റിലേക്ക് ഈ ഇനം എത്തിയതായി സങ്കല്പിക്കുന്നു. ഐതിഹ്യങ്ങൾ ഇതിനെ യേശു ധരിച്ച മുൾക്കിരീടവുമായി ഇതിനെ ബന്ധപ്പെടുത്തുന്നു. ഇതിന്റെ പ്രധാന കാരണം ചൂടുള്ള കാലാവസ്ഥയിൽ വളരാൻ കഴിയുന്ന ഒരു അലങ്കാര വീട്ടുചെടിയാണിത്. ക്രിസ്തുവിന്റെ മുൾക്കിരീടവുമായി ഇതിനെ പരാമർശിക്കാൻ കാരണം ഇതിന്റെ മുള്ളുകളും കടും നിറത്തിലുള്ള ഇതിന്റെ ശാഖകളുമാണ്. യൂഫോർബിയ ചെടി പച്ചമരുന്നായോ അലങ്കാര സസ്യമായോ ഒക്കെ വളർത്തി കാണപ്പെടുന്നു. ഇവയ്ക്ക് പലപ്പോഴും സവിശേഷമായ വളർച്ചാ ഘടനയാണുള്ളത്. ഈ ചെടിയുടെ കാണ്ഡങ്ങൾ ജലാംശമുള്ളതാണ്. ഇത് വരണ്ട ചുറ്റുപാടുകളെ അതിജീവിക്കാൻ ഇതിനെ സഹായിക്കുന്നു. ഈ യൂഫോർബിയ ചെടികളുടെ ഒരു പ്രത്യേകത കള്ളിമുൾ ചെടികളിൽ നിന്നും വ്യത്യസ്തമായി പാൽ പോലുള്ള ലാറ്റക്സ് സ്രവമാണ്. ഈ സ്രവങ്ങൾ വിഷാംശമുള്ളതാണ്. അതിനെക്കുറിച്ചുള്ള വിശദവിവരങ്ങൾ ഇതിന്റെ മെഡിസിനൽ ബെനിഫിറ്റിന്റെ കൂടെ പറയാം. പൂന്തോട്ട ഉപയോഗത്തിനായി യൂഫോർബിയ വ്യാപകമായി ഹൈബ്രിഡൈസ് ചെയ്തിട്ടുണ്ട്. ഇന്ന് വാണിജ്യാടിസ്ഥാനത്തിൽ ധാരാളമായി ഉൽപ്പാദിപ്പിച്ചു വരുന്നതുമാണ്. കൂടാതെ ചില ഹൈബ്രിഡ് ഇനങ്ങൾ കാട്ടിൽ വളരുന്നതായും കണ്ടെത്തിയിട്ടുണ്ട്. യൂഫോർബിയയുടെ ഇലകൾ ആകൃതിയിലും വലിപ്പത്തിലും വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ചില സ്പീഷീസുകൾക്ക് ചെറുതും വ്യക്തമല്ലാത്തതുമായ ഇലകളുണ്ട്. മറ്റു ചിലതിന് വലുതും വർണ്ണാഭവുമായ തിളക്കമുള്ള ഇലകളുമുണ്ട്. ചില ഇനങ്ങളിൽ ഇലകൾ പലപ്പോഴും കുറയുകയും തീരെ ഇല്ലാതാവുകയും ചെയ്യുന്നു. ആ ഇനങ്ങൾ കാണ്ഡങ്ങൾ പ്രകാശ സംശ്ലേഷണത്തിന്റെ പ്രധാന പങ്ക് വഹിക്കുന്നു. യൂഫോർബിയയുടെ പൂക്കൾ സാധാരണയായി ചെറുതാണ്. അവയ്ക്ക് ചുറ്റും ബ്രാക്റ്റുകൾ എന്നറിയപ്പെടുന്ന പ്രത്യേകം പരിഷ്കരിച്ച ഇലകളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു. അവയ്ക്ക് പലപ്പോഴും തിളക്കമുള്ള നിറമായിരിക്കും.
ഈ ബ്രാക്റ്റുകൾ ചിലപ്പോൾ പൂക്കളുടെ ഇതളുകളായും നാം തെറ്റിദ്ധരിച്ചേക്കാം. മരുഭൂമികൾ, ഉഷ്ണമേഖലാ മഴക്കാടുകൾ മുതൽ മിതോഷ്ണ വനപ്രദേശങ്ങൾ വരെയുള്ള വിവിധ ആവാസ വ്യവസ്ഥകളിൽ യൂഫോർബിയ കാണപ്പെടുന്നു. ആഫ്രിക്കയിലും മഡഗാസ്കറിലും തുടങ്ങി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇത് കാണപ്പെടുന്നു. യൂഫോർബിയ ജനുസിലെ വൈവിധ്യം കാരണം പ്രത്യേക പരിചരണാവശ്യം അധികമില്ലാത്ത ചെടിയാണെങ്കിലും വളർച്ചാശീലം, വിഷാംശം എന്നിവയുടെ അളവുകൾ ഓരോ ജനുസിലും ഓരോ ചെടിയിലും വ്യത്യാസപ്പെട്ടിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ വളർത്താൻ ഉദ്ദേശിക്കുന്ന യൂഫോർബിയകളും അതിന്റെ പ്രത്യേക സവിശേഷതകളും മനസ്സിലാക്കി പഠിക്കേണ്ടത് അത്യാവശ്യമാണ്. ഈ ചെടിയുടെ pH ലെവൽ അതിന്റെ സ്പീഷീസുകളെയും വളരുന്ന സാഹചര്യത്തെയും അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കുന്നു. എന്നിരുന്നാലും വിവിധ പരിതസ്ഥിതികളുമായി പൊരുത്തപ്പെടുന്നവയാണ്. ഈ ചെടികളിൽ അധികവും പൊതുവെ 6 മുതൽ 7.5 വരെയുള്ള ചെറുതായി അസിഡിറ്റി മുതൽ അല്പം ക്ഷാരം വരെയുള്ള മണ്ണിലാണ് ഈ ചെടി നന്നായി വളരുന്നത്. ഈ pH ശ്രേണി നിഷ്പക്ഷവും ചെറുതായി അസിഡിറ്റിയുമായി കണക്കാക്കപ്പെടുന്നു. ഇതോടൊപ്പം ഇവയ്ക്ക് തീവ്രതയില്ലാത്ത മണ്ണിന്റെ അവസ്ഥയും സഹിക്കാൻ കഴിയും. ചില യൂഫോർബിയ സ്പീഷീസുകൾ പൂന്തോട്ടങ്ങൾക്കും ഭൂപ്രകൃതികൾക്കും അലങ്കാര സസ്യമായി വളർത്തുന്നത് അവയുടെ തനതായ രൂപം കൊണ്ടും ശ്രദ്ധേയമായ സൗന്ദര്യം കൊണ്ടുമാണ്. യൂഫോർബിയകൾ വളരെ വലിയ പാരിസ്ഥിതിക പങ്കുവഹിക്കുന്ന ഒരു ചെടിയാണ്. ഇത് പ്രാണികൾക്കും മറ്റ് വന്യജീവികൾക്കും ആവാസ വ്യവസ്ഥയിൽ ഭക്ഷണം നൽകുന്നു. എന്നാൽ ചില ആവാസ വ്യവസ്ഥകളിൽ ചില യൂഫോർബിയ സ്പീഷീസുകൾ ആക്രമണകാരികളായി തദ്ദേശീയ സസ്യങ്ങളെ ബാധിക്കുകയും ചെയ്യുന്നു. ചില യൂഫോർബിയകൾ അസിഡിറ്റിയുള്ള മണ്ണിലും നന്നായി വളരുന്നു. മറ്റു ചിലവ ആൽക്കലൈൻ കൂടുതലുള്ള മണ്ണിലും. നിങ്ങൾ കണ്ടെയ്നറുകളിലാണ് വളർത്തുന്നതെങ്കിൽ സ്പീഷീസിനനുസരിച്ചുള്ള നല്ല നീർവാർച്ചയുള്ള പോട്ടിംഗ് മിശ്രിതം തന്നെ തിരഞ്ഞെടുക്കുക. യൂഫോർബിയ ജനുസ് അവിശ്വസനീയമാംവിധം വൈവിധ്യപൂർണ്ണമാണ്. വൈവിധ്യപൂർണ്ണമായ 2000-ലധികം ഇനങ്ങളുള്ള അവയിലെ ഏറ്റവും അറിയപ്പെടുന്ന 2 സ്പീഷീസുകളാണ് യൂഫോർബിയ പുൽച്ചേരിമ, യൂഫോർബിയ മിലി എന്നിവ. ഈ ജനുസിൽപ്പെട്ട ഭൂരിപക്ഷം ചെടികളിലും ആൺപൂവും പെൺപൂവും ഒന്നിൽ തന്നെ ഉണ്ടാകാറുണ്ട്. എന്നാൽ ചില സ്പീഷീസുകളിൽ ഇവയിൽ ഏതെങ്കിലും ഒന്ന് മാത്രമായി ഉണ്ടാവുകയും മറ്റു ചില സ്പീഷീസിൽ വളർച്ചയുടെ ഘട്ടത്തിൽ ലിംഗവ്യതിയാനം സംഭവിക്കുന്നതായും കാണുന്നു. മറ്റൊന്ന്, ഇതിന്റെ പൂക്കൾ അനുകൂല കാലാവസ്ഥയിൽ ദീർഘനാൾ നിലനിൽക്കുന്നതായും കണ്ടുവരുന്നു. യൂഫോർബിയ ചെടിക്ക് ശരിയായ രീതിയിൽ വളപ്രയോഗം നടത്തുന്നത് ഇവയുടെ ആരോഗ്യത്തിനും മൊത്തത്തിലുള്ള വളർച്ചയ്ക്കും നല്ലതാണ്. വളരുന്ന സാഹചര്യത്തെയും ഇനത്തെയും ആശ്രയിച്ച് വളപ്രയോഗത്തിന്റെ രീതികൾ വ്യത്യാസപ്പെടാം. എങ്കിലും വളപ്രയോഗത്തിന്റെ ചില പൊതു മാനദണ്ഡങ്ങൾ പറയാം. 10ന്റെയോ 14ന്റെയോ അനുപാതത്തിൽ നന്നായി സമതുലിതവും പൊതു ആവശ്യത്തിനുള്ളതുമായ വളം നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം മിക്സായ NPK ഉപയോഗിക്കുക. സാധാരണയായി വസന്തകാലത്തും വേനൽക്കാലത്തും വളരുന്ന സീസണിൽ വളം നൽകാം. ശരത്കാലത്തും ശീതകാലത്തും ഈ ചെടി പ്രവർത്തനരഹിതമാകുന്ന കാലയളവിൽ വളപ്രയോഗം ഒഴിവാക്കുക. വളരുന്ന സീസണിൽ 4-6 ആഴ്ചയിലൊരിക്കൽ വളപ്രയോഗം നടത്താം. നിങ്ങൾ നിലത്താണ് വളർത്തുന്നതെങ്കിൽ തണ്ടുമായി നേരിട്ടുള്ള സമ്പർക്കം ഒഴിവാക്കി ചെടിയുടെ ചുവട്ടിൽ വളം തുല്യമായി വിതരണം ചെയ്യുക. വളം പ്രയോഗിച്ചതിന് ശേഷം ചെടി നന്നായി നനയ്ക്കുക. കണ്ടെയ്നറുകളിലാണ് വളർത്തുന്നതെങ്കിൽ NPKയുടെ നേർപ്പിച്ച ദ്രാവക വളം ഉപയോഗിക്കുക. ഇനി ജൈവവളമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ കമ്പോസ്റ്റോ അഴുകിയ ജൈവവസ്തുക്കളോ നൽകാം. പൊതുവെ മൈക്രോ ന്യൂട്രിയന്റുകൾ ആവശ്യമില്ലാത്ത ചെടിയാണിത്. എങ്കിലും മൈക്രോ ന്യൂട്രിയന്റിന്റെ കുറവ് നിരീക്ഷണത്തിൽ കാണുകയാണെങ്കിൽ മൈക്രോ ന്യൂട്രിയന്റ് സപ്ലിമെന്റ് കൂടി നൽകാൻ ശ്രദ്ധിക്കുക. യൂഫോർബിയെ ബാധിക്കുന്ന രോഗങ്ങളും കീടങ്ങളും മുഞ്ഞ, ചിലന്തിക്കാശ്, സ്കെയിൽ പ്രാണികൾ, മെലിബഗുകൾ, വെള്ളീച്ച, വിഷമഞ്ഞ്, വേരുചീയൽ, ബാക്ടീരിയൽ ഇലപ്പൊട്ട്, ക്രൗൺ ഗാൾ എന്നിവയാണ്. ഇതിന്റെ നിയന്ത്രണവും പരിപാലനവും വിശദമായി അറിയാൻ ഐവി പാരഡൈസിന്റെ വെബ്സൈറ്റിലെ പ്ലാന്റിംഗ് ആൻഡ് കെയർ പേജ് സന്ദർശിക്കുക. വിത്ത് മുളപ്പിച്ചും തണ്ട് വെട്ടിനട്ടും ക്രാഫ്റ്റിംഗിലൂടെയും ചുവട്ടിൽ നിന്ന് ഓക്സെറ്റുകളായോ ഡിവിഷനുകളായോ വിഭജിച്ചും പുതിയ ചെടികൾ ഉൽപ്പാദിപ്പിക്കാം. ഉൽപാദന പ്രക്രിയയുടെ വിശദ വിവരങ്ങൾ അറിയാൻ ഡിഫറൻറ്റ് പ്രൊപ്പഗേഷൻ മെത്തേഡ് എന്ന പേജ് സന്ദർശിക്കുകയോ പ്ലാന്റിംഗ് ആൻഡ് കെയർ എക്സിക്യൂട്ടീവുമായി വാട്സപ്പിൽ ബന്ധപ്പെടുകയോ ചെയ്യാം. ഈ പേജുകളുടെ ലിങ്കും പ്ലാന്റിംഗ് ആൻഡ് കെയർ എക്സിക്യൂട്ടീവിന്റെ നമ്പറും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ചില പരമ്പരാഗത വൈദ്യശാസ്ത്ര സമ്പ്രദായങ്ങളിൽ യൂഫോർബിയ സസ്യങ്ങൾ ചില ഔഷധാവശ്യങ്ങൾക്കായി ഉപയോഗിച്ചു വരുന്നു. വിവിധ നാടോടിയ സംസ്കാരത്തിലുടനീളം വൈദ്യ ഉപയോഗത്തിന് ഇത് ഔഷധമായി ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ഇതിന്റെ പല ഇനങ്ങളിലെ ലാറ്റസ്രവത്തിന് വിഷസംയുക്തങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഈ ചെടിയുടെ മുറിപ്പാടുകളിൽ നിന്നുണ്ടാകുന്ന ഈ സ്രവം ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ കട്ടപിടിക്കുന്നു. ചർമ്മത്തെ പ്രകോപിപ്പിക്കുന്ന കാസ്റ്റിക് എഫക്റ്റുകൾക്ക് പ്രധാന കാരണം ഇതിലടങ്ങിയിരിക്കുന്ന വ്യത്യസ്ത അളവിലുള്ള ഡിറ്റർപെനുകൾ മൂലമാണ്.
ബെറ്റുലിൻ പോലുള്ള ടെർപീനുകളും അനുബന്ധ എസ്റ്ററുകളും ഈ ലാറ്റിക്സിന്റെ മറ്റു പ്രധാന ഘടകങ്ങളാണ്. അത് ചർമ്മവുമായും കണ്ണ്, മൂക്ക്, വായു എന്നിവയുമായും സമ്പർക്കം പുലർത്തുമ്പോൾ ഈ ലാറ്റക്സ് വേദനാജനകമായ വീക്കം ഉണ്ടാക്കും. കണ്ണിലാണ് വീഴുന്നതെങ്കിൽ ഈ സ്രവം കാഴ്ചയെ ബാധിക്കുന്ന നേരിയതോ തീവ്രമായതോ ആയ കരാറ്റോവിറ്റിസിന് കാരണമാകും. അതിനാൽ ഈ ചെടി ജാഗ്രതയോടെ കൈകാര്യം ചെയ്യുകയും കുട്ടികളിൽ നിന്നും വളർത്തുമൃഗങ്ങളിൽ നിന്നും അകറ്റി നിർത്തുകയും ചെയ്യണം. ഈ ചെടിയുമായി അടുത്ത സമ്പർക്കത്തിൽ ഏർപ്പെടുമ്പോൾ നേത്രത്തിന് സംരക്ഷണം നൽകുന്നത് നല്ലതാണ്. ഇതിന്റെ ലാറ്റക്സ് ചർമ്മത്തിൽ വീണാൽ എത്രയും പെട്ടെന്ന് നീക്കം ചെയ്യുക. കട്ടപിടിച്ച ലാറ്റക്സ് വെള്ളത്തിൽ ലയിക്കില്ല. പാൽ അല്ലെങ്കിൽ സോപ്പ് പോലുള്ള എമൽസിഫയർ ഉപയോഗിച്ചാണ് അത് നീക്കം ചെയ്യുക. മറിച്ച് കണ്ണിന് വീക്കം സംഭവിക്കുകയാണെങ്കിൽ ഒരു ഡോക്ടറിനെ സമീപിക്കേണ്ടതാണ്. കാരണം ശ്രവസമ്പർക്കം മൂലം സ്ഥിരമായ അന്ധത ഉൾപ്പെടെയുള്ള ഗുരുതരമായ നേത്ര തകരാറുകൾ ഉണ്ടാകാം. ഇതിന്റെ വിഷഗുണങ്ങൾ കാരണം എത്യോപ്യൻ കെബ്രാനാസ്റ്റിൻ യൂഫോർബിയയിൽ നിന്നുള്ള നീരുപയോഗിച്ച് സർപ്പരാജാവായ ആർവയെ കൊല്ലുന്നു. എന്നാൽ പരുന്ത്, വലിയ ശലഭങ്ങൾ, പാറ്റകൾ തുടങ്ങിയവയും അവയുടെ ലാർവകളും ചില യൂഫോർബിയ ഇനങ്ങളെ ഭക്ഷ്യസസ്യമായി ഉപയോഗിക്കുന്നു. യൂഫോർബിയ പെർപ്പസിൽ കാണാവുന്ന ഒരു ഡെറ്റർപെനോയിഡാണ് ആക്ടിനിസ് കരാറ്റിനസ് ചികിത്സിക്കാൻ ഉപയോഗിക്കുന്ന ഇഞ്ചനോൾ മെബുട്ടേറ്റ് എന്ന മരുന്ന്. ഇവയിൽ ചില ഇനം പരമ്പരാഗത ചൈനീസ് വൈദ്യത്തിൽ ഉപയോഗിച്ചു വരുന്നു. ഇതിന്റെ പരമ്പരാഗത വൈദ്യ ഉപയോഗങ്ങൾ നമുക്ക് പരിശോധിക്കാം. ചില പരമ്പരാഗത വൈദ്യ സമ്പ്രദായങ്ങളിൽ ചില പ്രത്യേക യൂഫോർബിയ സസ്യങ്ങളിൽ നിന്നുള്ള സത്ത് വിവിധ രോഗങ്ങളെ ശമിപ്പിക്കാൻ ഉപയോഗിക്കുന്നു. ഇലകൾ, കാണ്ഡം, വേരുകൾ അല്ലെങ്കിൽ ഇവയുടെ ലാറ്റക്സ് എന്നിവയൊക്കെ ഈ ഉപയോഗത്തിൽപ്പെടുന്നു. ത്വക്ക് രോഗങ്ങൾ, ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾ, ദഹന പ്രശ്നങ്ങൾ, വാദം എന്നിവയ്ക്കൊക്കെ ഇത് ഉപയോഗിക്കുന്നു. ചില യൂഫോർബിയ സ്പീഷീസുകളിൽ കാണപ്പെടുന്ന ചില സംയുക്തങ്ങൾ ലബോറട്ടറി പഠനങ്ങളിൽ വിരുദ്ധ ബാഹ്യാവിഷ്കാര ഗുണങ്ങൾ പ്രകടമാക്കിയിട്ടുണ്ട്. ഈ ഗുണങ്ങൾ ഔഷധാവശ്യങ്ങൾക്കായി പര്യവേഷണം ചെയ്യാവുന്നതാണ്. ചില സംസ്കാരങ്ങളിൽ ഈ ചെടിയുടെ ലാറ്റക്സ് മുറി ഉണക്കാൻ സഹായിക്കുമെന്ന് വിശ്വസിക്കുന്നു. എന്നിരുന്നാലും മുൻപ് പറഞ്ഞതുപോലെ ചർമ്മത്തിൽ ഇതിന്റെ ലാറ്റക്സ് ഉപയോഗിക്കുന്നത് ചില സന്ദർഭത്തിൽ വീക്കത്തിനിടയാക്കും. പരമ്പരാഗത സമ്പ്രദായമായ ആയുർവേദത്തിൽ ചില യൂഫോർബിയ സ്പീഷീസുകൾ ഉൾപ്പെടെ വിവിധ സസ്യങ്ങൾ ഔഷധ ഗുണങ്ങൾക്കായി ഉപയോഗിച്ചിട്ടുണ്ട്. ശരീരത്തിന്റെ മൊത്തത്തിലുള്ള സന്തുലനാവസ്ഥ കണക്കിലെടുത്ത് ആയുർവേദത്തിലെ സസ്യങ്ങളുടെ ഉപയോഗം സമഗ്രമാണെന്ന് ഓരോ ചെടിയുടെയും പ്രത്യേക ഗുണങ്ങളും പ്രവർത്തനങ്ങളും പലപ്പോഴും സങ്കീർണമാണെന്നും ശ്രദ്ധിക്കേണ്ടതാണ്. ഇത് ഉപയോഗിക്കുന്ന വിവിധ ആയുർവേദ ഫോർമുലേഷനുകൾ പരിശോധിക്കാം. ആയുർവേദത്തിൽ സന്ധിവാതം പോലുള്ള വീക്കങ്ങളുടെ അവസ്ഥകൾ പരിഹരിക്കാൻ ഇത് ഉപയോഗിക്കുന്നു. മുറിവുകൾ ഉണക്കാനും ചുമ പോലുള്ള ശ്വാസകോശ അണുബാധകൾ ചികിത്സിക്കാനും ദഹനക്കേട് അല്ലെങ്കിൽ ദഹനനാളത്തിലെ അസ്വസ്ഥത പോലുള്ളവ പരിഹരിക്കാനും കുടൽ വിരകളുമായി ബന്ധപ്പെട്ട അവസ്ഥകൾ പരിഹരിക്കാനും ആയുർവേദത്തിൽ പരമ്പരാഗതമായി തന്നെ ഇത് ഉപയോഗിച്ചു വരുന്നു. വൈദ്യശാസ്ത്രത്തിൽ യൂഫോർബിയയുടെ ചില പരമ്പരാഗത ഉപയോഗങ്ങൾ നിലവിലുണ്ടെങ്കിലും ഈ രീതികളുടെ ഫലപ്രാപ്തിയെയും സുരക്ഷയെയും കുറിച്ചുള്ള ശാസ്ത്രീയ ഗവേഷണം പലപ്പോഴും പരിമിതമാണ്. കൂടാതെ ചില യൂഫോർബിയ സ്പീഷീസുകളുടെ വിഷാംശവും നിങ്ങൾ കുറച്ചു കാണരുത്. കൂടാതെ മുൻപ് പറഞ്ഞതുപോലെ ഇതിന്റെ സ്രവം ചർമ്മത്തിൽ പ്രകോപിപ്പിക്കലിനും മറ്റു പ്രതികരണങ്ങൾക്കും കാരണമാകും. ഉള്ളിൽ കഴിക്കുന്നത് കടുത്ത വിഷബാധയ്ക്കും ഇടയാക്കും. ഇതിന്റെ അപകട സാധ്യതയെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടതും ശരിയായ അറിവും നിർദ്ദേശവും ഇല്ലാതെ യൂഫോർബിയ ചെടികൾ ഉപയോഗിക്കുന്നത് ഒഴിവാക്കേണ്ടതും പ്രധാനമാണ്. ഇവിടെ നിങ്ങൾക്ക് അറിയുന്നതും അറിയാത്തതുമായ ധാരാളം സവിശേഷതകൾ വിശദമായ പഠനത്തിന് ശേഷം ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നു. ഓരോ ചെടിയുടെയും മണ്ണിന്റെ ഘടനയും pH ലെവലും പറയുന്നുണ്ട്. അത് നിങ്ങളുടെ മണ്ണിന്റെ pH ലെവലുമായി താരതമ്യം ചെയ്ത് ഞങ്ങൾ പറയുന്ന വളപ്രയോഗത്തിന്റെ അളവിലും ക്രമത്തിലും ഓരോ പ്രാദേശിക സ്ഥലത്തെ ആശ്രയിച്ച് വ്യത്യാസങ്ങൾ വരുത്തേണ്ടതായിട്ടുണ്ടാവാം. അതിന് ഐവി പാരഡൈസിന്റെ പ്ലാന്റിംഗ് ആൻഡ് കെയർ എക്സിക്യൂട്ടീവുമായി ബന്ധപ്പെടുകയോ നിങ്ങളുടെ നാട്ടിലുള്ള പരമ്പരാഗത കൃഷിമാർഗങ്ങൾ അവിടെയുള്ള പരമ്പരാഗത കൃഷിക്കാരിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ച് ചെയ്യുകയോ ചെയ്യാം. അതിലുപരി പരമാവധി പ്ലാന്റുകൾ കണ്ടെത്തി അത് നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കാനും ശ്രമിക്കുന്നു. അപൂർവങ്ങളായ ധാരാളം ചെടികൾ ഐവി പാരഡൈസിന്റെ ഷോപ്പിംഗ് സൈറ്റിൽ ലഭ്യമാണ്. അവ സൈറ്റിൽ നിന്നോ ഈ വീഡിയോയിൽ പറയുന്ന വാട്സപ്പിൽ ബന്ധപ്പെട്ടോ വാങ്ങാവുന്നതാണ്. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ പ്രതികരണങ്ങൾ ലൈക്കായോ കമന്റായോ രേഖപ്പെടുത്തുക. ഒപ്പം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള ചെടിയെക്കുറിച്ചുള്ള വിജ്ഞാനപ്രദമായ വീഡിയോകൾ തുടർന്നും ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.